ഗുഡ് മോർണിംഗ്. ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകല്ലേ. 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കണേ, വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നാലും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. വീഡിയോ ഇടാത്തതിൻ്റെ പേരിൽ തുടർന്ന് ഞാൻ എന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടൻറ്റിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ വ്ളോഗാണല്ലോ, ഡെയിലി വ്ളോഗായിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വ്ളോഗാക്കിയിട്ട് വേറൊരു ദിവസം ഞാൻ സംസാരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടുവന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. വേറൊന്നുമല്ല, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ, ഞാൻ ഒരേ കാര്യം തന്നെയല്ലേ ഇങ്ങനെ കാണിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം വേറെ ആക്കി കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അതൊക്കെ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതേ ഇന്ന് ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാം അല്ലേ. അപ്പോൾ ഇത് രാവിലെ ഞാൻ മാറാലൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ചെടികളുടെ ഇടയിലൊക്കെ പുല്ലൊക്കെ ഇരിക്കണുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട്. ഇവിടെ എന്താണെന്നറിയില്ല, സാധാരണ നമ്മൾ ഓടിട്ട വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പുണ്ട്. ഇവിടെ അടുത്തൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഭയങ്കര തണുപ്പാണെന്നാണ് കേട്ടോ. അതായത് വാർപ്പിൻ്റെ വീടിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല രീതിയിൽ തണുപ്പാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അല്ല, ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ പറയണേ ഇവിടെ എന്തത്ര ചൂട് എന്നാണ് ചോദിക്കണേ കേട്ടോ. അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളത് നമുക്കും അറിയില്ല. ഇവിടെ നല്ല രീതിയിൽ ചൂടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയ്യാതെ ആവുകയാണ്. അല്ലാണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചൂടിന് ഇത്രയും ബുദ്ധിമുട്ടോ എന്ന് ചിന്തിക്കരുത് കേട്ടോ. പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെയായാലും 4:45 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് എണീക്കണുണ്ട്. പിന്നെ അത് ഡെയിലി നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറക്കല്ലേ, അങ്ങനെ തുറക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് അപ്പൂസിനെ നമുക്ക് ക്ലാസ്സിന് പറഞ്ഞയക്കുമ്പോഴും ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് കഴിപ്പിക്കും കൂടി വേണം. കൂടാതെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ടൈമാണ് ഇത്. അവരുടെ കാര്യങ്ങൾ അവർ എണീക്കുമ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതങ്ങോട്ട് തീർന്നു പോയിക്കോളും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ അവരുടെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ നടക്കുകയില്ല. അപ്പോൾ നമ്മളെ പണികൾ തീർന്നതിന് ശേഷം അവൻ എണീക്കുമ്പോൾ തൊട്ട് അവൻ്റെ കൂടെ അങ്ങോട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പിന്നെ രാവിലെ എണീപ്പിക്കാനും ഒക്കെ ഒന്ന് ശീലമാക്കി എടുക്കാനൊക്കെ ഉണ്ടല്ലോ. അംഗനവാടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. പിന്നെ അത് മാത്രമല്ല, അംഗനവാടിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ഇവർക്ക് കഴിച്ചാലും മതി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് പരിപാടികളും തീരണം. ആ ഒരു ടൈമാണ് കേട്ടോ നമ്മൾ നോക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ അപ്പൂസ് ആയതിന് ശേഷം നമ്മൾ ഇങ്ങനെ, അതായത് കൊറോണ ടൈം മുതൽ എനിക്ക് കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ലല്ലോ, എനിക്ക് നേരത്തെ എണീക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ആണെങ്കിൽ മനുവിന് സ്കൂൾ പോകുന്ന ടൈമിലാണെങ്കിലും ഞാൻ സ്കൂൾ പോകുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലുള്ള പണികൾ മുഴുവൻ തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. 8:30 ആകുമ്പോഴേക്ക് അവൻ്റെ വണ്ടി വരുമായിരുന്നു. അപ്പോഴേക്ക് ഞാനും ഇറങ്ങും കേട്ടോ. ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് പണി തീർത്തിട്ടാണല്ലോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകണം, എനിക്കാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകണം, അവന് സ്നാക്സ് കൊണ്ടുപോകണം.
പിന്നെ അവൻ എത്തുമ്പോഴേക്ക് നമുക്ക് തിരിച്ചെത്തും വേണം. പിന്നെ അവനെ പഠിപ്പിക്കാനിരിക്കില്ല. അപ്പോൾ അന്നൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ അതൊന്ന് മാറി. ഇപ്പോൾ അവന് ഫുഡ് വേണ്ട. ഇനി ഫുഡ് വേണമെങ്കിൽ തന്നെ അവൻ്റെ വണ്ടി 9:45, 9:45 അവൻ്റെ വണ്ടി, അവൻ്റെ സ്കൂൾ ബസ് വരുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ആദ്യം മുതൽ തുടങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ നേരത്തെ എണീപ്പിക്കണം. നേരത്തെ എണീപ്പിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ അവനെ കിടത്തി ഉറക്കണം. അങ്ങനെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പിന്നെ മനുവിൻ്റെ മാതിരി അല്ല അപ്പൂസ്. അവന് കുറച്ചും കൂടി ഒരു കെയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറ്റില്ല കേട്ടോ. മനു സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ അവനെ ഇരുത്തിയതിന് ശേഷം അവനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ അംഗനവാടിയിൽ പോയിട്ടില്ല കേട്ടോ. നേരെ LKG അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അവനെ ഇരുത്തിയതിന് ശേഷം പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളായാലും, അവന് എഴുതുന്ന കാര്യമായാലും വായിക്കുന്ന കാര്യമായാലും അവൻ പറയുന്ന കാര്യമായാലും ഒക്കെ പക്കായിരുന്നു കേട്ടോ. അന്ന് തൊട്ട് അവന് ഞാനങ്ങനെ ഫുള്ള് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ വിട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ അതങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോരുമായിരുന്നു കേട്ടോ. പക്ഷേ അപ്പൂസിൻ്റെ കാര്യത്തിൽ ഞാൻ എത്ര ഫോളോ അപ്പ് ചെയ്തിട്ടും കാര്യമില്ല. അവന് ഇരിക്കില്ല. അവൻ വായിക്കാൻ വേണ്ടി ആയാലും ഒന്നിനും അവനിരിക്കും. അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ അവന് മൈൻഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ കുറച്ച് സ്കൂൾ തുടങ്ങിയാലും LKG തുടങ്ങിയാലും സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അതേ ലെവലിൽ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളതൊക്കെ അങ്ങനെ നടക്കട്ടെ. പിന്നെ അതേ ഒരു പൂവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ JCB ഉപയോഗിച്ചിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല. ഇവിടെ തന്നെ കണ്ട ആ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവിടെ ഒരു പൊട്ടക്കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ഞാൻ അവിടെ പോയി നോക്കാത്തത് കൊണ്ട് എനിക്കത് ഞാൻ കണ്ടിട്ടുമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഇന്നലെ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതേ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നേരം വെളുക്കുന്നുണ്ട് കേട്ടോ. മറ്റത് 6 മണി 7 മണി ആയാലും അധികം വെളിച്ചൊന്നും വരില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല, നേരത്തെ തന്നെ റെഡി ആവണുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ പച്ചരി കൊണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് പായസം ഉണ്ടാക്കണം. പായസം ഉണ്ടാക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ അപ്പൂസ് പറഞ്ഞു പായസം എന്നങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ പിന്നെ മനുവിനെ കടയിലേക്ക് വിടാനാവില്ല എന്ന് വിചാരിച്ചിട്ടോ. കാരണം 5:30 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വിളക്ക് കാണിക്കാനുള്ള ഒരു ടൈമായപ്പോൾ വിടണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ വന്ന സമയത്ത് പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സേമിയ അവിടെ ഇരിക്കണുണ്ട് കേട്ടോ. പിന്നെ ഏലക്കായും കൂടെ ഇട്ടിട്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഉടായ്പിൽ പായസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ അതേക്കുറിച്ച് മാമ്പഴ പുളിശ്ശേരി, ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു ഇതുണ്ടാക്കുന്നത് മാത്രം കേട്ടോ. ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ മാങ്ങയായിരുന്നു. ഞാൻ ആദ്യമൊക്കെ കാണിച്ചത് വലിയ മാങ്ങ വെച്ചിട്ടുണ്ടാക്കണതായിരുന്നു. ഇത് നമ്മൾ കണ്ണിമാങ്ങ അല്ലേ, നമ്മൾ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ മാങ്ങയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കണത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ അല്ലാത്ത പാത്രത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ മൺചട്ടിയിൽ നമ്മൾ മാങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, അടിയിൽ പിടിച്ചു. പക്ഷേ അപ്പോഴേക്ക് ഞാനത് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഒരു മാങ്ങ കണ്ടില്ലേ കളർ മാറിയിരിക്കണേ ഒരു സൈഡിൽ, അത് അവിടെ നിന്ന് ഒട്ടി പിടിച്ചതാണ് കേട്ടോ. വേറൊന്നും ഉണ്ടായിരുന്നില്ലേ.
പിന്നെ അതേ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇത് റിവേഴ്സായി പോയിട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത് തന്ന സമയത്ത് മാറിപ്പോയതാണേ. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ സാധാരണ ശർക്കരയാണ് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്, മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ അതേ അതും ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടോ. ഞാൻ ശർക്കര ഇട്ടതിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പഞ്ചസാര ഇട്ടതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ, സി യു.